എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഉ മിൻ സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വർഗ്ഗം തുറക്കുന്നത്. ആ പ്രവാചകന്റെ പുറകിലാണ് 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, സഹാബത്ത്, ബദരീങ്ങള്, ശുഹദാക്കള്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, മഹത്തുക്കള്, ആബിദീങ്ങള്, അല്ലാഹു ഇഷ്ടപ്പെട്ടവര് മുഴുവനും നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ആണുങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലേക്ക് എല്ലാവരും കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബത്തേ, പെണ്ണുങ്ങൾ ആരുടെ പുറകിലാണ് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ നേതാക്കന്മാരായ 4 പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചു തരികയാണ്. പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മുൻപന്തിയിൽ 4 പെണ്ണുങ്ങളാണ് നിൽക്കുന്നത്. ആ പെണ്ണുങ്ങളുടെ പുറകിലാണ് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകേണ്ടത്. അവരാണ് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാരെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, അർബഉ മിൻ സയ്യിദത്തിൻ നിസാഇ അഹ്ലിൽ ജന്ന. റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറയുന്നു, പെണ്ണുങ്ങളുടെ നേതാക്കന്മാരായ 4 പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? ആ 4 പെണ്ണുങ്ങൾ ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആ 4 പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? ആ സ്വർഗ്ഗത്തിലെ നേതാക്കന്മാരായ അവരുടെ പുറകിൽ നിന്നാണല്ലോ നാളെ സ്വർഗ്ഗത്തിലേക്ക് പെണ്ണുങ്ങൾ കടന്നു പോകുന്നത്. ആ 4 പെണ്ണുങ്ങളിൽ ഒന്നാമത്തെ പെണ്ണാരാ? മഹ്ദി ആസിയ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ അതാ മരിക്കുന്ന സമയത്ത് പടച്ച റബ്ബിനോട് ബൈതും ഫിൽ ജന്ന, അല്ലാഹുവേ, എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തരണേ, എനിക്ക് സ്വർഗ്ഗം തരണേ എന്ന് പടച്ച റബ്ബിനോട് ചോദിച്ചിട്ട് പോയ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിന്റെ ഭാര്യയായ മഹ്ദി ആസിയ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ അതാ പ്രവാചകൻ അവിടെന്ന് രണ്ടാമതായി പറയുകയാണ്, രണ്ടാമത്തെ പെണ്ണേതെന്നറിയുമോ? അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. മഹ്ദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. 4ാമത്തെ പെണ്ണാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പൊന്നാര മകള് മഹ്ദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഇവരാണ് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ മുൻപരികിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളൊക്കെ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പെണ്ണാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളായ മഹ്ദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ
അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാണ് നിങ്ങൾ എല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള പെങ്ങള്, ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകള് ഫാത്തിമയെന്ന് നിനക്കറിയുമോ? ഇന്ന് വരെ നീ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചു നോക്കിയിട്ടുണ്ടോ? മക്കൾക്ക് ഫാത്തിമ എന്ന് പേരിടുന്ന ഉമ്മ എന്തിനാണ് ആ പേരിടുന്നത് പോലും നിനക്കറിയില്ലല്ലോ. എല്ലാ പേരിന്റെ കൂടെ പെമ്മക്കളുടെ പേരിന്റെ കൂടെ ഫാത്തിമ എന്ന് ചേർക്കുന്ന ഉമ്മ, നീ ഇന്ന് വരെ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ ചരിത്രം നീ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ഫാത്തിമയെ കുറിച്ച് നിനക്ക് എന്തറിവാണുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു എന്റെ ഫാത്തിമ ആരെന്നറിയുമോ? എന്റെ കരളിന്റെ കഷ്ടമാണെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായിരുന്നു ഫാത്തിമ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി. ആരെങ്കിലും എന്റെ ഫാത്തിമാനെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, ആരെങ്കിലും എന്റെ ഫാത്തിമാനെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനെ പോലെയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പെങ്ങള് ആരാണ് ഫാത്തിമയെന്ന് പഠിക്കുമോളെ? ആരാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ? ആ ഫാത്തിമയ്ക്ക് അല്ലാഹു ഈ മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്നാണ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകേണ്ടത്. അതുകൊണ്ട് പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ഫാത്തിമ ആരാണെന്ന് പഠിക്കാം. ആ ഫാത്തിമയ്ക്ക് അല്ലാഹു ഈ മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് പഠിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ പറഞ്ഞത് നിങ്ങൾ ഫാത്തിമാനെ ഇഷ്ടപ്പെടണമെന്ന്? ആരാണ് ഫാത്തിമ എന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ 35ാമത്തെ വയസ്സിലാണ് അല്ലാഹു അദാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഫാത്തിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോളെ കൊടുക്കുന്നത്. പ്രവാചകന്റെ 35ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സന്തോഷമായി, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, ഫാത്തിമയെ കാണുന്നവർ മുഴുവനും പറയുന്ന വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമയെ കാണുന്ന ആൾക്കാർ മുഴുവനും പറഞ്ഞത് എന്തെന്നറിയോ? വാപ്പാന്റെ പൊന്നുമോളാ. ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞിനെ കാണുന്ന എല്ലാവരും പറയുന്ന ഒരു വാക്കെന്തെന്നറിയുമോ? വാപ്പാടെ പൊന്നാര മകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പോലെ തന്നെയാണ് ഫാത്തിമ ഇരുന്നത്. ഫാത്തിമയുടെ സ്വഭാവമാകുവേ അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ പോലെ സാദൃശ്യമുള്ള ഫാത്തിമയല്ലാതെ മറ്റൊരാളെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അല്ലാഹുവേ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം എങ്ങനെയാണ്? പ്രവാചകന് ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ നടക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ ഇരിക്കുന്നത് എങ്ങനെയാണ്? പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നടന്നു വരുന്നത് കണ്ടാ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു വരുന്നത് പോലെയാണ്. കാണുന്നവർ മുഴുവനും ഇത് തന്നെയാണ് പറയുന്നത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവർ മുഴുവനും പറയുകയാണ്, ഫാത്തിമയ്ക്ക് വാപ്പയുടെ രൂപമാണ്. ഫാത്തിമയ്ക്ക് വാപ്പയുടെ രൂപമാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് കാണുന്ന പെണ്ണുങ്ങൾ മുഴുവനും പറയുന്നത്, ഖദീജ അതാ ഫാത്തിമ വാപ്പയെ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമായി, ഒരു പ്രത്യേക സ്നേഹമായി. പടച്ചവനെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവിക്കും തന്റെ പൊന്നാര മകളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ചവനെ, അതാ ഒരുപാട് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഖദീജ ബീബി ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനും ഖദീജ ബീവിയും ഫാത്തിമ ബീവിയും എല്ലാ
എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ നടക്കുകയാണ്. എവിടെ ചെന്നാലും ഫാത്തിമയ്ക്ക് വല്ലാത്ത ഒരു സ്ഥാനമാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും അല്ലമീൻ എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ആദരവ് കൊടുത്തിരുന്നു, വലിയ മഹത്വം കൊടുത്തിരുന്നു. അതുകൊണ്ട് വാപ്പാടെ കയ്യിൽ പിടിച്ച് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഇങ്ങനെ നടക്കുകയാണ്. ഉമ്മാനോടുള്ള സ്നേഹത്തിനെക്കാളും ഫാത്തിമയ്ക്ക് വാപ്പയോടാണ് സ്നേഹം. എപ്പോഴും വാപ്പാടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവരെ എങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അല്ലാഹുവേ, ഏകദേശം 5 കൊല്ലം കഴിഞ്ഞപ്പോ 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അതാ പരിശുദ്ധമായ ഖുർആനുമായി കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കെട്ടിക്കഴിഞ്ഞപ്പോ അതാ തന്റെ നാട്ടുകാരോട് ഖുറൈശികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്നിട്ട് പ്രബോധനം തുടങ്ങുമ്പോ, അല്ലാഹുവേ, ഇന്നലെ വരെ ആദരിച്ചവരുണ്ടല്ലോ, ഇന്നലെ വരെ സ്നേഹിച്ചവരുണ്ടല്ലോ, ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏകദൈവ വിശ്വാസമെന്ന പ്രബോധനവുമായി തന്റെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോൾ പടച്ചവനെ എല്ലാവരും അവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ അടിയോടിക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് കളിയാക്കുകയാണ്, അവിടെ നിന്ന് കുറ്റപ്പെടുത്തുകയാണ്. പടച്ചവനെ പിന്നെ അതാ പീഡനങ്ങളുടെ കാലം തുടങ്ങുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയെ പോലെ തന്നെയാണ് ഫാത്തിമ ഇരിക്കുന്നത്. നമ്മുടെ മക്കളെ കാണുന്നവര് പറയും, ഒന്നുകിൽ പറയും അവൻ ഉമ്മാനെ പോലെയാ, അവൻ ഉമ്മാടെ രൂപമാണ്, അല്ലെങ്കിൽ വാപ്പയുടെ രൂപമാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കാണുന്നവര് മുഴുവനും പറയും വാപ്പാനെ വരച്ചു വെച്ചിരിക്കുകയാ. അങ്ങനെ പറയുന്നത് കേട്ടപ്പോ റസൂലുള്ളാഹിന് വല്ലാത്ത സന്തോഷമായി. ഫാത്തിമ ബീവിയെ കാണുമ്പോ എല്ലാവരും